ലാലേട്ടന്റെ മുന്നിൽ വെച്ച് സിജോനെ നന്നായിട്ടൊന്ന് നാറ്റിച്ച് വിട്ടിട്ടുണ്ട് നമ്മുടെ ജിൻഡോ. ലാലേട്ടൻ സിജോ വന്നതിന്റെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ സംസാരിക്കായിരുന്നു. സിജോയ്ക്ക് തിരിച്ചു വരാൻ കഴിഞ്ഞത് വളരെയധികം ഭാഗ്യമാണ്. സിജോയുടെ മനസാന്നിധ്യം കൊണ്ട് മാത്രമാണ് സിജോയ്ക്ക് തിരിച്ചു വരാനായിട്ട് കഴിഞ്ഞത്. എന്താണ് സിജോ വന്നതിന്റെ അഭിപ്രായമെന്ന് ഓരോരുത്തരുടെ ലാലേട്ടൻ ചോദിക്കായിരുന്നു. എല്ലാവരും സിജോനെ ഭയങ്കരമായിട്ട് പുകഴ്ത്തിക്കൊണ്ടാണ് സംസാരിച്ചത്. സിജോ ഭയങ്കര കാട്ടുതീയാണെന്നൊക്കെയാണ് പറഞ്ഞിട്ട് വന്നിട്ടുള്ളത്. ഇപ്പൊ 2-3 ദിവസമായിട്ട് സിജോ ഭയങ്കര കാമാണ്. ഞങ്ങളെ കുറിച്ചൊക്കെ പഠിക്കുകയാണെന്ന് തോന്നുന്നു. എന്തായാലും ഇവിടെ നിന്ന് അങ്ങോട്ട് സിജോ കാട്ടുതീയായി മാറുമെന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. സിജോ ഒരു ഗംഭീര പ്രസംഗമൊക്കെ വന്ന സമയത്ത് നടത്തിയിരുന്നു. അപ്പൊ ഞങ്ങൾ അതൊക്കെ പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. അടുത്ത വീക്ക് മുതൽ ആരൊക്കെയാണ് ടാർഗറ്റ് ചെയ്യുക, എങ്ങനെയൊക്കെയായിരിക്കും സിജോ കളിക്കുക എന്നൊക്കെ അറിയാനായിട്ട് ഞങ്ങൾക്ക് നല്ല ആകാംക്ഷയുണ്ട്. സിജോ ഭയങ്കര ഫയർ ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എല്ലാവരും മാറി 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 പുകഴ്ത്തിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ലാലേട്ടന്റെ ചോദ്യം ജിൻഡോയുടെ അടുത്ത്. ജിൻഡോ, സിജോനെ കുറിച്ച് എന്താണ് പറയാനുള്ളതെന്ന്. അപ്പൊ എടുത്ത വഴിക്ക് സിജോനെ കുറിച്ച് ജിൻഡോ പറഞ്ഞ വാചകാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായത്. കാട്ടുതീയായിട്ടൊന്നും തോന്നിയിട്ടില്ല ലാലേട്ട, കത്തിച്ചു കളഞ്ഞ ഒരു തീപ്പെട്ടി കൊള്ളിയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൂ എന്ന്. പൊളിച്ചു, ഡയലോഗ് പൊളിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊളിച്ചു. അവിടെ പറഞ്ഞ ആ ഡയലോഗ് കാട്ടുതീയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെ ഗംഭീര പ്രകടനം നടത്തിയപ്പോഴാണ് ജിൻഡോയുടെ ഒരു ഡയലോഗ് അത് കത്തിച്ചു കളഞ്ഞ തീപ്പെട്ടി കൊള്ളിയാണെന്ന്. സിജോ എന്നെ മാത്രം ടാർഗറ്റ് ചെയ്തിട്ടാണോ വന്നതെന്ന് ലാലേട്ട എനിക്ക് സംശയമുണ്ട്. പിന്നെ കാട്ടുതീയായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല ലാലേട്ട എന്നും പറഞ്ഞുകൊണ്ടാണ് അവിടെ ഡയലോഗ് ജിൻഡോ പറഞ്ഞത്. എന്തായാലും സിജോന്റെ മുഖം അപ്പൊ തന്നെ മാറി. മുഖം മാറിയിട്ട് കാര്യമൊന്നുമില്ല, കൃത്യമായിട്ടുള്ള ഡയലോഗ് തന്നെയാണ് ജിൻഡോ പറഞ്ഞതെന്നാണ് പ്രേക്ഷകർക്കും തോന്നിയത്.